ബംഗാൾ രാഷ്ട്രീയത്തിൽ മാസങ്ങളായി തുടരുന്ന വൻ രാഷ്ട്രീയ അട്ടിമറികൾക്കും ഭിന്നതകൾക്കും ഒടുവിൽ തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി ഒടുവിൽ മൗനം വെടിഞ്ഞിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിനെ നെടുകെ പിളർത്തി BJPയുടെ പിന്തുണയോടെ അധികാരം പിടിച്ച വിമതർക്കെതിരെ കടുത്ത ഭാഷയിലാണ് മമത ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുന്നത്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു ജയിച്ച ശേഷം വഞ്ചന കാട്ടിയവർ ധൈര്യമുണ്ടെങ്കിൽ ഔദ്യോഗികമായി BJPയിൽ ചേർന്നുകൂടെയെന്ന് മമത ചോദിച്ചു. പാർട്ടി നിങ്ങൾക്ക് അമ്മയെപ്പോലെയായിരുന്നു, എന്നിട്ടും നിങ്ങൾ അതിനെ വഞ്ചിച്ചു. BJPയുടെ പണം വാങ്ങി പാർട്ടിയെ തകർക്കാൻ നോക്കുന്നവരോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, ഞാൻ ചത്തുപോയോന്നാണോ നിങ്ങൾ കരുതിയത്? സോഷ്യൽ മീഡിയ ലൈവിലൂടെ മമത ചോദിച്ച ഈ ചോദ്യം ബംഗാൾ രാഷ്ട്രീയത്തെ ഇപ്പോൾ പിടിച്ചുലയ്ക്കുകയാണ്. അസംബ്ലി തിരഞ്ഞെടുപ്പിലെ പരാജയത്തിനു പിന്നാലെ ഭൂരിപക്ഷം MLA-മാരും MP-മാരും പാർട്ടി വിട്ടതോടെയാണ് തൃണമൂൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടി ചിഹ്നം വിമതർക്ക് നൽകിയാൽ പോലും തനിക്ക് ഭയമില്ലെന്നും മമത വ്യക്തമാക്കി. ജനങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ ആരെന്ന് തീരുമാനിക്കുക എന്നും അവർ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് തൃണമൂൽ പ്രവർത്തകർക്കു നേരെ നടക്കുന്ന അതിക്രമങ്ങളെയും കള്ളക്കേസുകളെയും മമത ശക്തമായി അപലപിച്ചു. അഭിഷേക് ബാനർജി, മഹുവ മൊയ്ത്ര അടക്കമുള്ള നേതാക്കളെ വേട്ടയാടുകയാണ്. തൃണമൂൽ പ്രവർത്തകരെ ജയിലിലിട്ട് ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബംഗാളിന്റെ പുതിയ മുഖ്യമന്ത്രിയും മുൻ തൃണമൂൽ നേതാവുമായ സുവേന്ദു അധികാരിക്ക് മമത നേരിട്ട് മുന്നറിയിപ്പ് നൽകുന്നത്. സുവേന്ദുവിന്റെ രാഷ്ട്രീയ ഭൂതകാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് മമത പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മുഖ്യമന്ത്രിയായി എന്നതുകൊണ്ട് ചരിത്രം മാഞ്ഞു പോകില്ല. നിങ്ങൾ പണ്ട് കോൺഗ്രസിലായിരുന്നു, അന്ന് പല തവണ തോറ്റപ്പോൾ നിങ്ങളുടെ മണ്ഡലത്തിൽ നേരിട്ടെത്തി പ്രചരണം നടത്തിയത് ഞാനാണ്. പിന്നീട് 10 വർഷത്തോളം തൃണമൂലിന്റെ MLA-യായും ജലസേചന ഗതാഗത വകുപ്പ് മന്ത്രിയായും നിങ്ങളിരുന്നു. പാർട്ടിയുടെ പേരിൽ 6 ജില്ലകളുടെ ചുമതലയുണ്ടായിരുന്ന ആളാണു നിങ്ങൾ. അതുകൊണ്ട് എൻ്റെ പാർട്ടി പ്രവർത്തകർക്കു നേരെ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നത് അവസാനിപ്പിക്കുക. ഒരു ദിവസം ഇതെല്ലാം നിങ്ങൾക്കും തിരിച്ചു കിട്ടും. എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെതായ പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഭരണം മര്യാദയ്ക്ക് നടത്താൻ നോക്കൂ എന്നായിരുന്നു മമതയുടെ രൂക്ഷ പ്രതികരണം. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ഒരു പ്രൈവറ്റ് കമ്പനി പോലെയാണ് മമത കൊണ്ടു നടന്നതെന്നും നേതാക്കൾക്ക് യാതൊരു ബഹുമാനവും നൽകിയിരുന്നില്ലെന്നുമാണ് വിമതപക്ഷത്തിന്റെ മറുപടി. ബംഗാൾ രാഷ്ട്രീയത്തെ ചോരയിലും വഞ്ചനയിലും മുക്കാൻ സമ്മതിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് മമതാ ബാനർജി തെരുവിലേക്ക് തിരിച്ചെത്തുമ്പോൾ വരും നാളുകളിൽ ബംഗാൾ രാഷ്ട്രീയം കത്തുമെന്നുറപ്പാണ്.